ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്ക് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിന് ഈസിയാണ്, നല്ല നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഹെവി ആയിട്ട് നമുക്ക് തോന്നും. പിന്നെ നല്ല ന്യൂട്രീഷ്യസ് ആണ്. ഓഫീസിൽ കൊണ്ടുപോകാനും ഡിന്നറിനോ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തയക്കാനോ തിരിച്ചു വന്നിട്ട് കഴിക്കാനോ ഒക്കെ കൊടുക്കാൻ പറ്റിയ നല്ല ഒരു സ്നാക്കാണ്. അപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയെന്ന് ഞാൻ പറഞ്ഞു. ഗോതമ്പ് പൊടി, 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, 2 നേന്ത്രപ്പഴമുണ്ട്, കുറച്ച് ഒലീവ് ഓയിൽ എടുത്തിട്ടുണ്ട്, കുറച്ച് ശർക്കര, വെള്ളം. ഇനി ആദ്യമായിട്ട് നമുക്ക് ഈ ഗോതമ്പ് പൊടി ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പോലെ നന്നായി കുഴച്ചിട്ട് ഒരു 10 മിനിറ്റ് അടച്ചു വയ്ക്കും. അതോടൊപ്പം തന്നെ നമുക്ക് ഈ 2 നേന്ത്രപ്പഴം ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് കുക്കറിലിട്ടിട്ട് നന്നായി വേവിച്ചെടുക്കാം. ഈ തൊലിയിൽ എന്തൊക്കെയോ കെമിക്കലൊക്കെ അടിക്കുന്നുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അതുകൊണ്ടാണ് തൊലി കളഞ്ഞിട്ട് നേന്ത്രപ്പഴം പുഴുങ്ങുക. നേന്ത്രപ്പഴം ഇങ്ങനെ തൊലി കളഞ്ഞിട്ട് കുക്കറിലൊരു പാത്രത്തിലേക്ക് ഇടുക. അടച്ചിട്ട് നല്ലപോലെ വേവിക്കണത്. ഒരു 4-5 വിസിൽ വരുന്നവരെ നല്ലപോലെ വേവണം. നമുക്ക് ഈ ഗോതമ്പ് പൊടി ചപ്പാത്തിക്ക് കുഴയ്ക്കാം. ഇതിൽ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കണേ. ഒരു 1/4 സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ഇത് പച്ചവെള്ളമാണ് ഒഴിച്ചിട്ട് കുഴയ്ക്കണം. കുറേശ്ശെ ഒഴിച്ചിട്ട് കുഴയ്ക്കും. നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാൻ ഗോതമ്പ് പൊടി കുഴച്ച് 10 മിനിറ്റ് വെച്ചതാണ്. നമുക്ക് എന്നിട്ട് ചപ്പാത്തി ഉണ്ടാക്കാം. ചപ്പാത്തി ഇട്ടേക്കാണ്. അപ്പോൾ ആദ്യം ഉണ്ടാക്കിയ ചപ്പാത്തി അതിൻ്റെ മീതെ അങ്ങനെ ഇടും. എന്നിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുകയാണെങ്കിൽ അത് കൂടുതൽ വേഗം ചെയ്യും, പെട്ടെന്ന് പൊള്ളയ്ക്കും ചെയ്യും. പുഴുങ്ങി വെച്ച പഴം വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ആ കറുത്തതൊക്കെ കളഞ്ഞിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഒരുവിധമൊക്കെ ഒന്ന് വരട്ടിയെടുക്കും. അതിനായിട്ട് ആദ്യം ഒരു പാത്രം എടുത്ത് വെച്ചിട്ട് ഒരു 3 സ്പൂണ് നെയ്യ് വേണ്ടവർക്ക് നെയ്യ് ഒഴിക്കാൻ, ഒലീവ് ഓയിലാണ് വെച്ചത്. ഇപ്പോഴത്തെ നടക്കുന്ന ഈ കറുത്ത കഷ്ണങ്ങൾ അത് മാറ്റിയിട്ട് കറുത്ത നാരൊക്കെ എടുത്ത് കളഞ്ഞ് നന്നായിട്ട് നമുക്ക് വരട്ടിയെടുക്കാം. ഇതിലൊരു 2 സ്പൂണ് ശർക്കര പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. അതിലുണ്ടാകും.
ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുന്ന വിധം കാണിച്ചു തന്നില്ലേ. അപ്പോൾ ചപ്പാത്തി ഇങ്ങനെ ഉണ്ടാക്കുക. പഴം ഇങ്ങനെ വേവിച്ച് നന്നായിട്ട് വരട്ടിയത് പോലെയൊന്നും ആയിട്ടില്ല, എന്നാലും ഒരുവിധമൊക്കെ അങ്ങനെയായി. ഇപ്പോൾ കഴിക്കാൻ നേരത്ത് ഈ ചപ്പാത്തിയുടെ ഉള്ളിൽ ഈ പഴം വേവിച്ചത് ഇങ്ങനെ ചുരുട്ടിയിട്ട് ടിഫിനിൽ വെച്ച് കുട്ടികൾക്ക് കൊടുത്തേക്കാം, ഓഫീസിലേക്ക് കൊണ്ടുപോകാം. എപ്പോൾ വേണമെങ്കിൽ വിശക്കുമ്പോഴൊക്കെ കഴിച്ചാൽ നല്ല ഒരു ഫുഡാണിത്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ ഈ ചപ്പാത്തി കുഴച്ചിട്ട് ഇങ്ങനെ നമുക്ക് ചെറിയ ഉരുളകളാക്കിയിട്ട് ഓരോ ദിവസത്തേക്ക് വേണ്ടതാക്കിയിട്ട് നമുക്ക് ഒരു 4-5 ദിവസത്തേക്ക് കുഴച്ചിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാൻ പറ്റും. അതേപോലെ പഴം ഇതുപോലെ ഇങ്ങനെ വേവിച്ചിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാൻ പറ്റും. അപ്പോൾ ആവശ്യം നേരത്തെ ചപ്പാത്തി എടുത്ത് ഉണ്ടാക്കിയിട്ട് ഇത് പുരട്ടിയിട്ട് ഇങ്ങനെ കഴിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ ഈ കോമ്പിനേഷൻ. ഓക്കെ, താങ്ക് യു ഓൾ.